സാലറിഡ് ആയിട്ടുള്ള ഒരാളുടെ ഫോണിലേക്ക് വരുന്ന ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഏതായിരിക്കും അറിയോ? സാലറി ക്രെഡിറ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരിക്കും. കാരണം ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ട് വേണം EMI അടയ്ക്കാനും റെന്റ് അടയ്ക്കാനും ഫാമിലി എക്സ്പെൻസസ് ഒക്കെ മാനേജ് ചെയ്യാനും. ഓരോ മാസത്തെ സാലറി കിട്ടുമ്പോഴും അടുത്ത മാസവും സാലറി കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ കാണും. എന്നാൽ ഈ ഒരു ചിന്തയ്ക്ക് വലിയ ഗ്യാരണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അടുത്ത മാസം തൊട്ട് സാലറി കിട്ടാതിരുന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ EMI മുടങ്ങരുത്, റെന്റ് മുടങ്ങരുത്, ഫാമിലി എക്സ്പെൻസസ് സ്റ്റോപ്പ് ആവുകയും ചെയ്യരുത്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറേ ഇല്ല. ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഫാമിലിക്ക് വേണ്ടിയും ഫാമിലിയുടെ കംഫർട്ടിന് വേണ്ടിയും നമ്മൾ ചെലവാക്കി തീർക്കും. ഒരു വീട്ടിലെ വരുമാനം ഉണ്ടാക്കുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇമോഷണൽ സ്ട്രഗിളിനൊപ്പം തന്നെ ഫിനാൻഷ്യലി സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സെയിം വീട്ടിൽ തന്നെ ബാക്കി ആളുകളും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ ഡ്രീംസും എല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്തേ മതിയാകത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഒരു ടേം ഇൻഷുറൻസിന്റെ പ്രയോജനം ഉണ്ടാകുന്നത്. ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മുമ്പത്തെ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. പെർ മന്ത് 498 രൂപ മുടക്കി ഒരു ടേം പ്ലാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കോടി രൂപ വരെയാണ് ഫാമിലിക്ക് കവറേജ് കിട്ടുക. ഇന്ന് കിട്ടുന്ന സാലറി ഉപയോഗിച്ച് ഇന്നത്തെ കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ നാളെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ കാര്യം സ്റ്റേബിൾ ആയിട്ട് സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ ബയോയിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് നിങ്ങളുടെ ഫാമിലിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടേം പ്ലാൻ ഇന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോയ്ക്ക് ഫാമിലി എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലിങ്ക് ഞാൻ DM ആയിട്ട് അയച്ചു തരാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക.